ഹായ് കുട്ടികളെ, അപ്പോൾ നാളെ നമ്മൾ എക്സാം വരെയാണ്. നിങ്ങൾ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിൽ മൊത്തം 29 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 29 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ നാളത്തെ 29 ക്വസ്റ്റ്യൻസും എൻ്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് ഞാൻ പറയാൻ പോവുകയാണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്താം. ഓക്കെ, ഫസ്റ്റ് സ്റ്റേറ്റ് ദ ലോ ഓഫ് കൺസർവേഷൻ ആംഗുലാർ മൊമെന്റം. മാസ്റ്റർ ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാതെ പോകരുത്, സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. ദെൻ അതുമായി ബന്ധപ്പെട്ട് ഈ ഫിഗർ ചോദിക്കും. ഈ ഫിഗറിൽ ഏത് ഫിഗറിലാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതൽ, ഏതിലാണ് ഒമേഗ കുറവ് എന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മസ്റ്റ് ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോകണം. ദെൻ നമ്മുടെ ഡെറിവേഷൻ ഏതാ? റിലേഷൻ കണക്റ്റിംഗ് ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. അതായത് dl/dt = ടോ. ഇതാണ് ആ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നാളെ ഈ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, ഇത് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് അടുത്ത മോഡൽ എക്സാം ചോദിച്ചാൽ അതേ ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കും എന്താണ്? ക്യാപിലറൈസുമായി ബന്ധപ്പെട്ട് ഡെറിവേഷൻ ഓർത്തിരിക്കുക, എക്സ്പ്രഷൻ. ഈ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസുമാണ്. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നോക്കിയാൽ മതി. എല്ലാത്തിന്റെയും ലിങ്കിന് ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക, മസ്റ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മോഷൻ സ്ട്രെയിറ്റ് ലൈനിൽ 2 ഡെറിവേഷൻസ്. ഈ 2 ഡെറിവേഷൻ മാത്രമേ അതിനകത്ത് ചോദിക്കൂ. ഓക്കെ, അതുകൊണ്ട് ഇത് എക്സാമിൽ ചോദിച്ചതാണ്. വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്യും, അതിന്റെ കൂടെ ഇതും കൂടെ ചോദിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ പഠിച്ചു വെക്കണം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം മസ്റ്റ് ക്വസ്റ്റ്യൻസ് ആ ചാപ്റ്ററിൽ നിന്ന്. വേറെ ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഓക്കെ, അതുകൊണ്ട് അത് ചോദിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് അടുത്ത സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. നേരത്തെ ആംഗുലർ മൊമെന്റം ആണ്, ഇത് ലീനിയർ മൊമെന്റം. അത് കൂടാതെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം യൂസിങ് ന്യൂട്ടൺസ് തേർഡ് ലോ. ഈ പ്രൂഫ് മസ്റ്റ് പഠിച്ചു വെക്കണം. ഓക്കെ, ബാങ്ക് ഓഫ് കണ്ട കൂടെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ട് പ്രോബ്ലം മാറ്റി ചോദിച്ചാൽ ഈ പ്രൂഫ് ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കണം. അതുപോലെ നമ്മുടെ മോസ്റ്റ് തെർമോഡൈനാമിക്സിലെ VIP ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. ദെൻ കാർനോട്ട് സൈക്കിൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് നോക്കിക്കോണം. നാളത്തെ ക്വസ്റ്റ്യൻ അത് ഉണ്ടായിരിക്കും. ഓക്കെ, ഐസോ തെർമലും കാർനോട്ട് എഞ്ചിനും മാത്രമാണ് അതിന് ചോദിക്കാറുള്ളത്. ഐസോ മോഡൽ ചോദിച്ചു കഴിഞ്ഞു, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. അതല്ലാതെ ഇതായിരിക്കും ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. നോക്കാതെ പോകരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തുള്ളത് നമ്മുടെ വേവ്സ് എന്ന ചാപ്റ്ററിലാണ്. വേവ്സിൽ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് പൈപ്പ് 2:3:5 എന്ന് പ്രൂവ് ചെയ്യുക. ഓക്കെ, 3 കാര്യമുള്ളൂ: സ്ട്രിങ്, ക്ലോസ്ഡ് പൈപ്പ്, ഓപ്പൺ പൈപ്പ്. അത് 3 പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, ഇത് ഞാൻ പറയുന്നത് ക്ലോസ്ഡ് പൈപ്പ്. അതിന്റെ കൂടെ ഈ പ്രോബ്ലം നോക്കി വെക്കുക. പ്രോബ്ലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ന്യൂമറിക്കല്, അതിനകത്ത് ഈ പ്രോബ്ലം ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. സെയിം ഈ പ്രോബ്ലം ചോദിക്കുകയാണ്, ഇതേ വാല്യൂസ് വെച്ച് മാത്രമേ ചോദിക്കൂ. അതുകൊണ്ട് കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് പോവുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത 2 വർഷമായി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബെർണോളിസ് തിയറം. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോക്കിയാൽ മതി. നമ്മൾ ഏറ്റവും പെട്ടെന്ന് പഠിക്കുക. 5 മിനിറ്റിൽ ബെർണോളിസ് തിയറം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡെറിവേഷനും സ്റ്റേറ്റ്മെന്റ് ഡെറിവേഷനും പഠിച്ചു വയ്ക്കുക. 2 ക്യാരക്ടറിസ്റ്റിക്സ് എന്റെ ബെർണോളിസ് തിയറം ഉപയോഗിക്കുന്ന ഫ്ലൂയിഡ് 2 ക്യാരക്ടറിസ്റ്റിക്സ് അതുകൂടെ ഓർത്തിരിക്കുക. ഒന്ന് നോൺ വിസ്കസ് ആയിരിക്കണം, നോൺ വിസ്കസ് ആയിരിക്കണം, സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. ഓക്കെ, ഇത് രണ്ടും ഓർത്തിരിക്കണം. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബെർണോളിസ് തിയറം ഞാൻ വീണ്ടും പറയുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകരുത്. ബെർണോളിസ് തിയറം. ദെൻ ഓസിലേഷനിൽ ചോദിച്ചത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയിരുന്നു. പക്ഷെ ഞാൻ പറയുന്നു അതായിരിക്കില്ല നാളെ ചോദിക്കുന്നത് സിമ്പിൾ ബലത്തിന്റെ ടൈം പീരീഡ് കാണുന്ന ഡെറിവേഷൻ ഡിറൈവ് ചെയ്യാനായിരിക്കും. എന്ത് ചെയ്യാനാണ്? ഇവിടെ ഉണ്ട്, അത് ഡിറൈവ് ചെയ്യുക. അതായത് സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും, ദെൻ ടൈം പീരീഡ് ഡിറൈവ് ചെയ്യാൻ പറയും. ഈ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്ന. കൂടെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടാവും, സെക്കൻഡ്സ് പെൻഡുലം. എന്താണ് സെക്കൻഡ്സ് പെൻഡുലം? ഓക്കെ, ഞാൻ എൻ്റെ 1 മാർക്ക് ക്വസ്റ്റ്യനകത്ത് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മൾ മോഡൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഐസോ തെർമൽ. ഓക്കെ, അതിന്റെ ഡെറിവേഷൻ കൂടെ കാർനോട്ട് എഞ്ചിനുമായി ബന്ധപ്പെട്ട ഈ പ്രോബ്ലം ഇവിടെ നോക്കി വയ്ക്കുക. പ്രോബ്ലം എളുപ്പമാണ്. η = 1 - ഇവിടെ T2/T1. ഈ 2 വാല്യൂസ് അപ്ലൈ ചെയ്താൽ മതി. ഇത് T1 ആണ്, ഇതെന്താണ് T2 ആണ്. പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോഡലിൽ ചോദിച്ചതാണ്. വീണ്ടും അതേ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യും. ദെൻ ഞാൻ പറയുന്നു 1 മാർക്ക് ക്വസ്റ്റ്യനകത്ത് ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതിനകത്തില്ല, ഇതിനകത്ത് ചേർത്തത് ചോദിക്കും.
വെലോസിറ്റി ഇല്ലാതെ ആക്സിലറേഷൻ ഉണ്ടാവുമോ? ഉണ്ടാകും. വെലോസിറ്റി ഇല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ടാവും. എക്സാമ്പിൾ എന്താ? ഒരു ഒബ്ജക്റ്റ് മുകളിലോട്ട് എടുത്തെറിഞ്ഞാൽ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി ഇല്ല, പക്ഷെ എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, ഓർത്തിരിക്കുക. അതുപോലെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും. മോഷൻ സ്ട്രെയിറ്റ് ലൈൻ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക. അവിടെ ഇനിഷ്യൽ സ്പീഡ് ഡബിൾ ആയാൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താവും? 4 ടൈംസ് ആവും. എത്ര ടൈംസ് ആവും? 4 ടൈംസ്. ഓക്കെ, അതും കൂടെ ആ ചാപ്റ്ററിൽ നോക്കി വയ്ക്കുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ദെൻ നമ്മുടെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് VIP ക്വസ്റ്റ്യൻ, പ്രൊജക്റ്റൈൽ മോഷൻ. ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്. ഞാൻ ഒന്നുകൂടെ കൂടെ പറയുന്നു, മാക്സിമം ഹൈറ്റ്. എന്താണ്? മാക്സിമം ഹൈറ്റ്. അതിന്റെ ഡെറിവേഷൻ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ പാത്ത് എന്താണെന്ന് ചോദിക്കും. പാരബോള എന്ന് പ്രൂവ് ചെയ്യാറുണ്ട്, അത് നോക്കണം. അതിന്റെ കൂടെ പഠിക്കുന്നതാണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഈ ക്വസ്റ്റ്യൻ ആണ് നാളെ പ്രെഡിക്റ്റ് ചെയ്തു. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഇതാണ്. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. അതുപോലെ ഈ ചാപ്റ്റർ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇതാണ്. ഇത് വായിക്കുമ്പോൾ പല ആൾക്കാരും ഏതെന്ന് മനസ്സിലാക്കും. ഇതെന്താ സംഭവം എന്ന് വിചാരിക്കും. എളുപ്പമാണ്, നോക്കിയോ. ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഓഫ് 2 വെക്ടേഴ്സ് A and B in terms of their magnitude and angle between them എന്ന് പറഞ്ഞാൽ ഈ ഡെറിവേഷനാണ്. ഇതാ സംഭവം. R equal root of A square plus B square plus 2AB cos theta. ഈ ഡെറിവേഷൻ ആണ് ചോദിക്കുന്നത്. ഇതൊന്നും പഠിക്കാതെ നാളെ പോകരുത്. സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ബാങ്കർ റോഡ്. ഇത് പഠിക്കാൻ ഒരു കുട്ടി പോലും എക്സാമിന് പോകരുത്. കാരണം ലോസ് ഓഫ് മോഷൻ ബാങ്കർ റോഡല്ല വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാകാറില്ല. അതുകൊണ്ട് ബാങ്കർ റോഡ് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ബാങ്കർ റോഡ് പഠിക്കണം. ആ ഡയഗ്രാം വിട്ട് പഠിക്കല്ലേ. ഡയഗ്രാം പഠിക്കുക, അതിൽ ഏതൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക. ദെൻ ഈ ഒരു പ്രോബ്ലം മാത്രം നോക്കി വയ്ക്കുക. ഒറ്റ പ്രോബ്ലം മാത്രം നോക്കി വയ്ക്കുക. ബാങ്കർ റോഡിൽ ഈ ഒരു പ്രോബ്ലം മാത്രം നോക്കി ഇത് എന്നെ കിട്ടും. ഓക്കെ, അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നോക്കി വയ്ക്കണം. ഓക്കെ, ദെൻ കൊളിഷൻ. മോഡൽ കൊളിഷൻ ചോദിച്ചില്ലേ? അപ്പൊ ഞാൻ പറയുന്നത് കൊളിഷൻ തന്നെ ചോദിക്കും. അപ്പൊ എന്താണ് ഇനിലാസ്റ്റിക് കൊളിഷൻ? പെർഫെക്റ്റ്ലി ഇനിലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്. ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തുണ്ട്. ഓക്കെ, ലിങ്കുകളൊക്കെ ഉണ്ട്, നോക്കിയാൽ മതി. ദെൻ നമ്മൾ പ്രൂവ് ചെയ്യണം. റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ എന്ന പ്രൂഫ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. മസ്റ്റ് ആയിട്ട് പഠിച്ചുകൊള്ളണം. അടുത്ത VIP ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ഇവിടെ കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി പ്രൂഫാണ്. ABC എന്ന് 3 പൊസിഷൻ വന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കും. അതിന്റെ ഗ്രാഫും ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇങ്ങനെ 3 പോയിന്റ് ഉണ്ടായിരിക്കും. ABC എന്നിട്ട് 3 സ്ഥലത്തെയും കൈനറ്റിക് എനർജിയുടെ പൊട്ടൻഷ്യയുടെ സം ആണ് മെക്കാനിക്കൽ എനർജി. അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നോക്കി വെക്കണം. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷനുള്ള ക്വസ്റ്റ്യൻ ആണ് എസ്കേപ്പ് സ്പീഡ്. എസ്കേപ്പ് സ്പീഡിന്റെ ഡെറിവേഷൻ പഠിച്ചു വെക്കുക. ഡെറിവേഷൻ മാത്രം പോരാ, അതിന്റെ ഡെഫിനിഷൻ പഠിച്ചു വെക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ എസ്കേപ്പ് വെലോസിറ്റി ഓർബിറ്റൽ വെലോസിറ്റിയുടെ √2 ടൈംസ് ആണെന്നും പ്രൂവ് ചെയ്യാൻ പഠിക്കുക. അത് ഈ ഡെറിവേഷൻ പഠിക്കുമ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുമ്പോൾ എന്ത് കിട്ടും? ഈ B പാർട്ട് കിട്ടും. ഓക്കെ, അതെന്തായാലും പഠിച്ചുകൊണ്ട് പോകണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതേ ചാപ്റ്ററിലെ നമ്മുടെ VIP ക്വസ്റ്റ്യൻ ആണിത്. ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ഡ്യൂ ടു ഹൈറ്റ്, അതാണ് എബോവ് ദ സർഫസ് എന്ന് പറഞ്ഞാൽ. ഡ്യൂ ടു ഡെപ്ത്, അതാണ് ബിലോ ദ സർഫസ്. അത് രണ്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ചാൻസ് ഉണ്ട്. സെപ്പറേറ്റും ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത് നമ്മുടെ VIP ക്വസ്റ്റ്യൻ ആണ്. നോക്കാതെ പോകരുത്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അതുപോലെ ആ ചാപ്റ്ററിനകത്ത് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണെന്നും അതിന്റെ ഡെറിവേഷനും ഉണ്ട്. അതും കൂടെ നോക്കി വെക്കുക. 4 മാർക്ക്. ഓക്കെ, ദെൻ ആകപ്പാടെ ഞാൻ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, അതായത് മെക്കാനിക്സ് സോളിഡ്സിൽ ഞാൻ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കണം. അതല്ലാതെ സെപ്പറേറ്റ് വീഡിയോ ചെയ്ത് ഇതിന് വേണ്ടിയാണ് ചെയ്തത്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ്. കാരണം ഇത് ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തത്. അത് നിങ്ങൾ നോക്കിക്കൊണ്ട് പോകണം കേട്ടോ. കൃത്യമായി നോക്കിക്കൊണ്ട് പോവുക. 1 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ടെർമിനൽ വെലോസിറ്റി. ചില ആൾക്കാർ ഈ ഡെറിവേഷൻ വിട്ടുപോകും, പക്ഷെ വിടാൻ പാടില്ല. അതാണ് ബെർണോളിസ് തിയറം ചോദിക്കുകയാണെങ്കിൽ കൂടെ ചോദിക്കുന്ന ഈ ഡെറിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടെർമിനൽ വെലോസിറ്റി പഠിക്കുമ്പോൾ കൂടെ ഈ പ്രോബ്ലം കൂടെ പഠിച്ചു വയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോബ്ലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെയിം പ്രോബ്ലം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കയറി നോക്കിയാൽ മതി. പിന്നെ ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ടെർമിനൽ വെലോസിറ്റി പഠിക്കുമ്പോൾ കൂടെ ഈ 2 ക്വസ്റ്റ്യൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് വന്നാൽ ഈ 2 ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. അതും കൂടെ കിട്ടും നമുക്ക്. ഓക്കെ, അതുകൊണ്ട് അതിന്റെ കൂടെ പഠിക്കേണ്ടതാണ് ഈ പ്രോബ്ലം, ഈ ക്വസ്റ്റ്യൻ. എന്താണ് ടെർമിനൽ വെലോസിറ്റി പഠിക്കുക, അതിന്റെ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ്, എക്സസ് പ്രഷർ ഇൻസൈഡ് ഡ്രോപ്പ്. ഓക്കെ, അത് പഠിക്കണം. അതിന്റെ കൂടെ ഏതാണ് ബെറ്റർ, അത് വാഷിംഗ് ക്ലോത്ത് വാം ആണോ
അതായത് കൂൾ വാട്ടറിലാണോ ഹോട്ട് വാട്ടറിലാണോ നനയ്ക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞത് ഏതാണ്? ഹോട്ട് വാട്ടർ. കാരണം എന്താ? ടെമ്പറേച്ചർ കൂടുമ്പോൾ സർഫസ് ടെൻഷൻ കുറയുന്നു, ഏരിയ ഓഫ് കോൺടാക്ട് കൂടുന്നു. ഓക്കെ, അതാണ് റീസൺ എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റിനകത്തുണ്ട്. ഓക്കെ, എക്സ്പ്രഷന്റെ ഡെറിവേഷൻ കൂടെ എന്ത് ചെയ്യാൻ നോക്കി വയ്ക്കുക. കാരണം ഈ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിനകത്ത് 10 മാർക്കുണ്ട്. ഈ 10 മാർക്ക് എന്ന് പറയുമ്പോൾ 2 മിനിമം ഡെറിവേഷൻ ആണ്. പ്രോബ്ലം ഒഴിവാക്കിയാൽ 3 ഡെറിവേഷൻ ചോദിക്കുക. അതുകൊണ്ട് അതിനകത്ത് ആകെ 5 ഡെറിവേഷനേ ഉള്ളൂ. അതുകൊണ്ട് അത് 5 പഠിച്ചു വെക്കണം. കാരണം അതിനകത്ത് 3 വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്. 3 ഡെറിവേഷൻ വരെ അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡെറിവേഷൻസ് വിട്ടുപോകരുത്. ഓക്കെ, അത്രയും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ദെൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അപ്പൊ അതിനകത്ത് നിന്ന് നിങ്ങൾ ചോദിക്കുന്നത് ഒന്നിലും ഫിഗർ തന്നിട്ട്, ടെക്സ്റ്റിലെ ഫിഗർ തന്നെയാണ് നോക്കിക്കോ. ടെക്സ്റ്റിൽ ഫിഗർ ഉണ്ട് നോക്കിക്കോണം. കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ ഒരു ഫിഗർ ഉണ്ട്. ഓക്കെ, അതിൽ ഒരു കമ്പി എടുത്ത് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്നു, അത് കണ്ടക്ഷൻ. മുകളിൽ കൈ വയ്ക്കുന്നു കൺവെക്ഷൻ, സൈഡിൽ കൈ വയ്ക്കുന്നു റേഡിയേഷൻ. ആ ഫിഗർ തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം. നെയിം ദ മോഡ്. എന്താ ഇവിടെ എബോ കേസ് ഏതാണ്? എർത്തിൽ വരുന്നതല്ലേ റേഡിയേഷൻ ആണ്. ഡിഫറെന്റ് മോഡ് പറയണം. മെറ്റൽസിലാണെങ്കിൽ സോൾഡ് പറയാ, ലിക്വിഡ് ആണെങ്കിൽ എന്ത് പറയാ? കൺവെക്ഷൻ പറയാ. ദെൻ ഈ അക്യൂട്ടിക് അനിമൽസിന്റെ ക്വസ്റ്റ്യൻ ആണ് അനോമലസ് എക്സ്പാൻഷൻ ഓഫ് വാട്ടർ. ഓക്കെ, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നോക്കി വെക്കാം. ദെൻ നമ്മൾ കഴിയുന്നു. അടുത്ത് കൈനറ്റിക് തിയറി ആണ്. കൈനറ്റിക് തിയറിക്കകത്ത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒരിക്കൽ ചോദിച്ചതാണ്. ഓക്കെ, ഞാൻ ഓൾറെഡി സ്ഥിരമായി പറഞ്ഞു തന്നെയാണ്. ഒന്ന് പ്രഷർ എക്സ്ട്രേ ഗ്യാസ് മോളിക്യൂൾ, ദെൻ ആവറേജ് കൈനറ്റിക് എനർജി ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ, മീൻ ഫ്രീ പാത്ത് ഡെഫിനിഷനും ഇക്വേഷനും മാത്രം പഠിച്ചാൽ മതി. ലോ ഓഫ് ഇക്വിപാർട്ടിഷൻ എനർജി ഇതെങ്ങനെ പഠിക്കാന്നുള്ള ഞാൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വെറും 3 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. അതുകൊണ്ട് അത് നോക്കി വെക്കുക കേട്ടോ. VIP ക്വസ്റ്റ്യൻ ആണ്. ഫൈനലി നമ്മുടെ ഏത് പൈപ്പാണ്? നമ്മൾ ഓൾറെഡി നേരത്തെ ഞാൻ ക്ലോസ്ഡ് പൈപ്പ് പറഞ്ഞു, ഇവിടെ ഓപ്പൺ പൈപ്പ്. അപ്പം ക്ലോസ്ഡ് പൈപ്പ് ഓപ്പൺ പൈപ്പ് പഠിച്ചു വെക്കുക. ഈ ക്വസ്റ്റ്യൻ കൂടെ നോക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ നോക്കി വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചൊന്ന് ഉറപ്പ് വരുത്താം. ഇതാണ് എൻ്റെ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും, കൃത്യമായി പഠിച്ചുകൊണ്ട് പോകണം. അത് കൂടാതെ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഇതുവരെ ചെയ്ത എല്ലാ തിയറി ക്വസ്റ്റ്യൻസും ഞാൻ ലിങ്ക് ഇടുന്നതായിരിക്കും. പാർട്ട് 2, പാർട്ട് 1, പാർട്ട് 3 എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അത് കയറി കാണുക. ഇനി അത് വീഡിയോ കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ നിങ്ങൾ PDF മാത്രം ഡൗൺലോഡ് ചെയ്ത് ആ ക്വസ്റ്റ്യൻ മാത്രം വായിച്ചാൽ മതി. ഓക്കെ.